നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരത്തിൽ കവർച്ച നടത്തിയ 6 അംഗ സംഘം പിടിയിൽ. RTOയുടെ യാത്രാ നിരക്ക് കാർഡ് ലഭിക്കുന്നതുവരെ വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്നും ഇറക്കിവിടരുതെന്ന് ജില്ലാ കലക്ടർ. ലഹരിക്കെതിരെ തുള്ളൽ കഥയുമായി എക്സൈസ് ഉദ്യോഗസ്ഥൻ. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ DYFI മാർച്ച്. പാലക്കാട് നഗരത്തിൽ കവർച്ച നടത്തുന്ന 6 അംഗ സംഘം അറസ്റ്റിൽ. രാത്രികാലങ്ങളിൽ നഗരത്തിലെത്തുന്ന യാത്രക്കാരെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും തട്ടുന്ന സംഘം അറസ്റ്റിൽ. ഒലവക്കോട് സ്വദേശി ശിവപ്രസാദ് 24, ശംഖുവാരമേട് സ്വദേശി സുബിൻ 18, ആലങ്കോട് ഒലവക്കോട് സ്വദേശി കൃഷ്ണ 23, പുത്തൂർ സ്വദേശി അർജുൻ 20, കൽപ്പാത്തി വലിയപാടം സ്വദേശി വിശാൽ 18, പ്രായപൂർത്തിയാകാത്ത ഒരാളെയുമാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 7 രാത്രി പാലക്കാട് ടൗണിലേക്ക് എത്തിയ കൊല്ലങ്കോട് സ്വദേശിയെ 6 പേരടങ്ങുന്ന സംഘം 3 ബൈക്കുകളിലായി എത്തി ആളെ അടിച്ചു വീഴ്ത്തി കൈവശം ഉണ്ടായിരുന്ന 7200 രൂപയും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണും കവർന്ന കേസിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് പ്രതികൾ പിടിയിലാകുന്നത്. പാലക്കാട് ASP അശ്വതി ജിജി അവരുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ പ്രവീൺ KG, ഐശ്വര്യ ശ്രീ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ നിരക്കിനുള്ള കാർഡുകൾ ഓഗസ്റ്റ് ആദ്യവാരം ലഭിക്കും. കോഴ്സ് പ്രവേശനത്തിന് ശേഷം RTOയുടെ യാത്രാ നിരക്കിളവിനുള്ള കാർഡ് ലഭിക്കുന്നതുവരെയുള്ള കാലയളവിൽ കാർഡില്ല എന്ന കാരണത്താൽ വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ പാടില്ലെന്നും പ്രധാന അധ്യാപകന്റെ ഒപ്പും സീലും വെച്ചുള്ള അഡ്മിഷൻ കാർഡ് പരിഗണിച്ച് ഇളവ് അനുവദിക്കണമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര സ്വകാര്യ ബസ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി. വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകന്റെ ഒപ്പും സീലും വെച്ചുള്ള അഡ്മിഷൻ കാർഡ് കാണിച്ചിട്ടും വിദ്യാർത്ഥിയെ യാത്രാ ഇളവ് നൽകാതെ ഇറക്കിവിട്ടതായുള്ള അധ്യാപകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന ജില്ലാ കളക്ടർ ചെയർമാനുമായുള്ള സ്റ്റുഡൻസ് ട്രാവൽ കമ്മിറ്റി യോഗത്തിലാണ് നിർദ്ദേശം. യോഗത്തിൽ പാലക്കാട് RTO TM ജയ്സൺ, എൻഫോഴ്സ്മെന്റ് RTO CS സന്തോഷ് കുമാർ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ നിരക്ക് ഇളവിനുള്ള കാർഡുകൾ ഓഗസ്റ്റ് ആദ്യവാരത്തിൽ തന്നെ നൽകുമെന്ന് പാലക്കാട് RTO TM ജയ്സൺ അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാർഡുകൾക്കായുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക അംഗീകൃത ഒപ്പും സീലോടും കൂടി താമസം കൂടാതെ RTOയ്ക്ക് കൈമാറണം. സർക്കാർ എയ്ഡഡ് കോളേജുകൾ, സ്കൂളുകൾക്കുള്ള യാത്രാ ഇളവിനുള്ള കാർഡുകൾ RTO ജോയിന്റ് RTO തലത്തിൽ താമസം കൂടാതെ നൽകാൻ ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ നിരക്കുകൾ ബസ് സ്റ്റോപ്പുകളിലും ബസ്സുകളിലും പ്രദർശിപ്പിക്കുന്നതായി RTO ജോയിന്റ് RTO തലത്തിൽ പരിശോധിച്ച് ഉറപ്പാക്കണം. ബസ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഇരുഭാഗവും കേട്ട് ഏകപക്ഷീയമായ നടപടിയെടുക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിലുള്ള വ്യാജ ID കാർഡുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രധാന അധ്യാപകൻ പോലീസിൽ പരാതിപ്പെടണം. സ്വകാര്യ ബസ്സുകളിൽ ഒരേ സമയം എത്ര വിദ്യാർത്ഥികൾ കയറണമെന്നതിൽ RTO ജോയിന്റ് RTO തലത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകി. ഒരേ സമയം ഒരു ബസ്സിൽ ഉൾക്കൊള്ളാവുന്നതിലധികം വിദ്യാർത്ഥികൾ കയറുന്നതായി ബന്ധപ്പെട്ട ബസ്സുകാരുടെ പരാതിയിലാണ് നിർദ്ദേശം. മണ്ണാർക്കാട് യാത്രാ നിരക്കിളവിനുള്ള കാർഡ് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് RTO ജോയിന്റ് RTO തലത്തിൽ യോഗം നടത്തി തീരുമാനമെടുക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികൾ മാത്രമുള്ളപ്പോൾ ബസ് സ്റ്റോപ്പുകളിൽ ബസ് നിർത്താതെ പോകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി. യോഗത്തിൽ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകളിലെ യാത്രാ പ്രശ്നങ്ങൾ സംബന്ധിച്ച് 8546390009 049129505147 RTO പാലക്കാട് 9188961009 0491259040 എൻഫോഴ്സ്മെന്റ് RTO പാലക്കാട് എന്നീ നമ്പറുകളിൽ അറിയിക്കാവുന്നതാണെന്ന് RTO അറിയിച്ചു. ലഹരിക്കെതിരെ തുള്ളൽ കഥയുമായി എക്സൈസ് ഉദ്യോഗസ്ഥൻ.
ഓട്ടംതുള്ളലിലൂടെ ലഹരിക്കെതിരെ ഹാസ്യാത്മക ബോധവൽക്കരണം നടത്തി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജ്. കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷനും എത്തന്നൂർ സെന്റ് പോൾ സെൻട്രൽ സ്കൂൾ ലഹരി വിരുദ്ധ ക്ലബ്ബും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊടുവായൂർ കൊല്ലങ്കോട് സെന്റ് പോൾ സ്കൂളിൽ ഓട്ടംതുള്ളൽ അരങ്ങേറി. ലഹരിയിലൂടെ വരുന്ന ചതിക്കുഴികളെക്കുറിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ദുരന്തത്തെക്കുറിച്ചും തുള്ളലിലൂടെ പറഞ്ഞു. സെന്റ് പോൾ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഉമ്മൻ ജോൺ അധ്യക്ഷനായി. എത്തന്നൂർ സ്കൂൾ പ്രിൻസിപ്പൽ CV പ്രേംജിത്ത്, വൈസ് പ്രിൻസിപ്പൽ അജീഷ് ജോസഫ്, PTA പ്രസിഡന്റ് കൃഷ്ണദാസ്, ആർ ശ്രീഹരി, പ്രിൻസിപ്പൽ ജാൻസി ജോർജ്, അധ്യാപകരായ സായി ധനേഷ്, സ്മിത രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നിലപാടുകൾ പ്രതിഷേധാർഹമാണെന്നും സൂപ്രണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം താറുമാറാക്കുന്നെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. CPM ഭരിക്കുന്ന നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും കീഴിലുള്ള ആശുപത്രിയിലേക്കാണ് പാർട്ടി യുവജന സംഘടന സമരം നടത്തിയത്. ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വകുപ്പിനെതിരായല്ല സമരമെന്നും ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ചില ജീവനക്കാർ പ്രവർത്തിക്കുകയാണെന്നും റിയാസുദ്ദീൻ ആരോപിച്ചു. ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ് അധ്യക്ഷനായി. ജില്ലാ ഖജാൻജി M രണ്ടേഷ്, ഒറ്റപ്പാലം ബ്ലോക്ക് സെക്രട്ടറി PS അബ്ദുൾ മുത്തലീഫ്, ഒറ്റപ്പാലം പ്രസിഡന്റ് PK ഗിരീഷ്, ഷൊർണൂർ പ്രസിഡന്റ് K രാഹുൽ ദാസ്, ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണപ്രിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർച്ചിനിടെ ആശുപത്രി കവാടത്തിനകത്തേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതോടെയാണ് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായത്. ചില പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് അകത്തു കടന്നെങ്കിലും പോലീസ് പിന്നാലെ എത്തി തടഞ്ഞു. ലഹരി വരവ് കൂടുന്നു, നടപടി ഘടിപ്പിച്ച് പോലീസ്. ജില്ലയിൽ കഞ്ചാവിന്റെയും രാസലഹരിയായ MDMAയുടെയും വിൽപ്പനയും ഉപയോഗവും കൂടുന്നു. ലഹരി സംഘങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണെന്നാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. നർക്കോട്ടിക് സെല്ലിന്റെ കണക്ക് പ്രകാരം 2022 1122 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2023 അത് 1583 ആയി. ഈ വർഷം ജൂൺ 30 വരെ 1079 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. RPFും എക്സൈസും പിടികൂടിയ കേസുകൾ കൂടാതെയുള്ള കണക്കാണിത്. 2 ആഴ്ച മുമ്പ് വാണിയമ്പാറയിൽ കഞ്ചാവും MDMAയുമായി അമിതവേഗത്തിൽ പാഞ്ഞ കാർ തടയാനായി റോഡിന് കുറുകെയിട്ട പോലീസ് വാഹനം ഇടിച്ച് തെറിപ്പിച്ചിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ടയർ പൊട്ടി കാർ നിന്നപ്പോൾ പ്രതികളെ പിടികൂടുകയായിരുന്നു. കാർ ഓടിച്ചയാൾ MDMA ഉപയോഗിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ലഹരി കേസുകൾ കൂടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാതലത്തിൽ മാത്രമുണ്ടായിരുന്ന ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എല്ലാ പോലീസ് സബ് ഡിവിഷനുകളിലും രൂപവൽക്കരിച്ചു. ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന്റെയും നർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീറിന്റെയും മേൽനോട്ടത്തിലാണ് ഡാൻസ് ഓഫിന്റെ പ്രവർത്തനം. ഹരിത സമേതം വിത്ത് ബന്ധ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നുള്ളത് ഇല്ലേ? നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ കൊച്ചുകുട്ടികളാണ്, നമ്മളിലൂടെയാണ് ഇതിനൊക്കെ തുടക്കമിടേണ്ടത്. അവർ കുറച്ചു നേരം പറഞ്ഞു, പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല ശുചിത്വത്തിനും പ്രാധാന്യം കൊടുക്കാറുണ്ടോ? പരിസ്ഥിതി ശുചിത്വത്തിന് എല്ലാവരും പ്രാധാന്യം കൊടുക്കും. പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ഒട്ടനവധി അംഗീകാരങ്ങൾ നേടിയ ഒരു പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ ഉദ്യോഗസ്ഥനായിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിന്റെ ആഗോളതാപനത്തിന് മരം ഒരു മറുപടി എന്ന ആപ്തവാക്യത്തെ ഉൾക്കൊണ്ട് ഹരിത സമേതത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി ഉപജില്ലാതല വിത്തുപന്തേർ പദ്ധതിയുടെ ഉദ്ഘാടനം വേളൂക്കര സെന്റ് ജോർജ് UP വിദ്യാലയത്തിൽ നടത്തപ്പെട്ടു. സ്കൂൾ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് തോമസ് പുതുശ്ശേരി അധ്യക്ഷനായിരുന്ന യോഗത്തിൽ പരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡസ്റ്റിൻ ഡേവിഡ് താക്കോൽക്കാരൻ പരിസ്ഥിതിയെ വളർത്തുക എന്ന സന്ദേശം നൽകി വിത്തുപന്തുകൾ പ്രകൃതിയിലേക്ക് എറിഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിഷ PB യോഗത്തിന് സ്വാഗതം പറഞ്ഞു. പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര അവാർഡ് ജേതാവുമായ VK ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് P ജോസ്, വാർഡ് മെമ്പർ ഡെന്നി ആന്റണി, PTA പ്രസിഡന്റ് ബിജു KV, MPTA പ്രസിഡന്റ് ജോസ്മി ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് റാണി ജോൺ യോഗത്തിന് നന്ദി അർപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും വിവിധതരം വിലകളുടെ പ്രദർശനവും നടത്തപ്പെട്ടു. മരങ്ങളും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെയും അതിന്റെ പ്രാധാന്യത്തെയും ഉൾപ്പെടുത്തി കുട്ടികളുടെ ദൃശ്യാവിഷ്കാരവും വളരെ സജീവമായി പക്ഷെ ഇന്ന് വിറ്റില്ല, എല്ലാവരും വിത്തൗട്ടാണ്. വിത്തൗട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറ ഉണ്ടാവോ?
വിത്തുണ്ടെങ്കിലാണ് നമുക്ക് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക നമ്മുടെ ലിയോ, കൃഷ്ണ മാഡം, അതുപോലെ നമ്മുടെ റാണി ടീച്ചർ, വേദിയിലെ വിശിഷ്ടാതിഥികളെ, സദസ്സിലേക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കുറയുമോ കുറയുമോ കുറയോ കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. യാത്രക്കിടെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച് KSRTC ജീവനക്കാർ. മുണ്ടൂർ സ്വദേശിനിയായ സുജാത 33 ബസ് യാത്രക്കിടെ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ അവരെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആനക്കട്ടി എടത്തനാട്ടുകര റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സിലെ ജീവനക്കാരനായ ഡ്രൈവർ ശരവണനും കണ്ടക്ടർ ബാലകൃഷ്ണനുമാണ് ഇവർക്ക് രക്ഷകരായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. അട്ടപ്പാടി മുക്കാലി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ അധ്യാപികയായ സുജാതയ്ക്ക് ബസ്സിൽ കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. ബസ്സിലെ സീറ്റുകൾ ഫുൾ ആയതിനാൽ ഇവർക്ക് ബോണറ്റിലിരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുകയായിരുന്നു. ബസ് മണ്ണാർക്കാട് ഡിപ്പോയിലെത്തിയപ്പോൾ ഇവർക്ക് തലചുറ്റൽ അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടനെ ഡ്രൈവറും കണ്ടക്ടറും യാത്രക്കാരെ ഇറക്കി ബസ്സിൽ തന്നെ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചു. ദേഹാസ്വസ്ഥത്തെ തുടർന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. സുജാതയാണ് പേരെന്നും മുണ്ടൂരാണ് വീടെന്നും മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. മണ്ണാർക്കാട്ടെ ആംബുലൻസ് ഗ്രൂപ്പുകളുടെ സഹായത്തോടെയാണ് ഇവരുടെ വീട്ടുകാരെ കണ്ടെത്തിയത്. വൈകുന്നേരത്തെ എടത്തനാട്ടുകരയിലേക്കുള്ള സർവീസ് നിർത്തിവെച്ച് ബസ് ജീവനക്കാർ യുവതിയുടെ സഹായത്തിനായി ആശുപത്രിയിൽ നിൽക്കുകയും ചെയ്തു. ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 സംഭവം. മരം പാതയ്ക്ക് പുറത്തായിട്ടാണ് നിൽക്കുന്നതെങ്കിലും മരത്തിന്റെ മുകൾ ഭാഗം പാതയിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. ഇതാണ് അപകടത്തിന് കാരണമായത്. കോട്ടയക്കുളത്ത് നിന്നും ആലത്തൂരിലേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനിന്റെ മുൻഭാഗം മരത്തിൽ തട്ടിയതോടെ നിയന്ത്രണം വിട്ട് ആലത്തൂരിൽ നിന്നും നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ ഗ്ലാസുകൾ തകർന്നു. കമ്പികളിലും മറ്റും ഇടിച്ചാണ് യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റത്. മരത്തിന്റെ മുകൾ ഭാഗത്ത് വാഹനങ്ങൾ തട്ടുന്നത് പതിവാണ്. ഇതുവരെ അപകടങ്ങൾ സംഭവിച്ചിരുന്നില്ല. തൊട്ടടുത്ത് വളവായതിനാൽ വാഹനങ്ങളുടെ വേഗം കുറവായതാണ് വൻ അപകടം ഒഴിവായത്. വാഹനങ്ങൾ ഉരസി മരത്തിന്റെ തൊലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് മരം മുറിച്ചു മാറ്റി ഗതാഗതം സുഗമമാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെ സമീപത്തെ 8 വീടുകളിൽ മോഷണം. ഭാരതപ്പുഴയോരത്ത് തമിഴ്നാട് സ്വദേശിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ സമീപത്ത് 8 വീടുകളിൽ മോഷണം. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനടുത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളിലാണ് മോഷണം നടന്നത്. 2 വീടുകളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. 800 രൂപ മുതൽ 5000 രൂപ വരെ മോഷ്ടിക്കപ്പെട്ടതായാണ് പോലീസിനോട് അതിഥി തൊഴിലാളികൾ പരാതിപ്പെട്ടത്. ഒരു മൊബൈൽ ഫോണും പണിയായുധങ്ങളും നഷ്ടമായിട്ടുണ്ട്. വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അടുത്തടുത്തുള്ള വീടുകളിലാണ് മോഷണം. ഒരു വീടിന്റെ ചുമര് ചാടിക്കടന്നാൽ തൊട്ടടുത്ത വീട്ടിലേക്ക് കയറാനാകും. 2 വീടുകളിൽ അകത്ത് കയറിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല. കഴിഞ്ഞ ജൂൺ 25-നും ഇതേ പ്രദേശത്ത് മോഷണം നടന്നിരുന്നു. അതിഥി തൊഴിലാളികളുടെ 2 വീടുകളിലാണ് അന്ന് മോഷണം നടന്നത്. 8 പവൻ സ്വർണവും 2500 രൂപയുമാണ് അന്ന് നഷ്ടപ്പെട്ടത്. ആ കേസിലെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് വീണ്ടും സമീപത്തെ വീടുകളിലും മോഷണം ഉണ്ടായത്. 800 രൂപ മുതൽ 5000 രൂപ വരെ മോഷ്ടിക്കപ്പെട്ടതായാണ് പോലീസിനോട് അതിഥി തൊഴിലാളികൾ പരാതിപ്പെട്ടത്. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി.
കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷയിൽ നടപടിയില്ല, പ്രതിഷേധം കൃഷി ഓഫീസിൽ. ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷയിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ച് അപേക്ഷകരും BJP കൗൺസിലർമാരും കൃഷി ഓഫീസിൽ പ്രതിഷേധിച്ചു. നഗരസഭയുടെ ഭവന പദ്ധതിക്കായി 5 സെന്റ് വരെയുള്ള ഭൂമി തരം മാറ്റുന്നതിനായി അപേക്ഷിച്ചവർക്ക് 2 വർഷം പിന്നിട്ടിട്ടും ഭൂമി തരം മാറ്റി നൽകിയില്ലെന്നാണ് പരാതി. ഭൂമി തരം മാറ്റിയ രേഖ സമർപ്പിക്കാനാവാത്തതിനാൽ ഉപഭോക്താക്കൾ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്ന അവസ്ഥയുണ്ടെന്നും സമരക്കാർ പറയുന്നു. ഭവന പദ്ധതി അപേക്ഷകൾ അടുത്ത ദിവസം മുതൽ പരിഗണിക്കാമെന്ന കൃഷി ഓഫീസറുടെ ഉറപ്പ് ലഭിച്ചതായി പ്രതിഷേധക്കാർ പറഞ്ഞു. കൗൺസിലർമാരായ EP നന്ദകുമാർ, K പ്രസാദ്, KR അശ്വതി, നിഷ ശശികുമാർ, ബിന്ദു മുകുന്ദൻ എന്നിവരാണ് അപേക്ഷകർക്കൊപ്പം കൃഷി ഓഫീസിൽ പ്രതിഷേധിച്ചത്. കാഞ്ഞിരപ്പുഴ അണക്കെട്ടിൽ മൃതദേഹം കണ്ടെത്തി ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാഞ്ഞിരപ്പുഴ അണക്കെട്ടിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. രാവിലെ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം കണ്ടെത്തിയത്. മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 20 ഏക്കർ നെൽകൃഷിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രോൾ ഉപയോഗിച്ച് വളം വിതറി. ശങ്കരമംഗലം പാടശേഖരത്തിലെ കർഷകൻ അഷ്റഫുദ്ദീന്റെ കൃഷിയിടത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ചത്. മറ്റു പാടശേഖരങ്ങളിലേക്കും ഈ സാങ്കേതിക വിദ്യ എത്തിക്കാൻ വേണ്ട നടപടികൾ നഗരസഭ ആലോചിക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള തളിയിലൂടെ വളപ്രയോഗം ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചെലവിൽ നടത്താമെന്നും കാർഷിക യന്ത്രവൽക്കരണത്തിലൂടെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാമെന്നതും നേട്ടമാണ്. നഗരസഭാ അധ്യക്ഷ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ കവിത അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ സൂര്യ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ വൃന്ദ, പാടശേഖര സെക്രട്ടറി ശ്രീനിവാസൻ, കൗൺസിലർമാരായ KT ഹമീദ്, P വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. മത്സ്യകർഷക പുരസ്കാര ജേതാക്കളെ അനുമോദിച്ചു. മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് വിവിധ മത്സ്യകർഷകരെ അനുമോദിച്ചു. ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിലെ മികവിന് സംസ്ഥാനത്തെ മികച്ച മത്സ്യകൃഷിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട തേങ്കുറിശ്ശി പുഞ്ചക്കോട് പള്ളിപ്പുറം S സൈനബ, പൊതുകുളത്തിൽ മികച്ച മത്സ്യകർഷകനായ മുഹമ്മദ് അബ്ബാസ്, മികച്ച തിലോപ്പിയ കർഷകൻ A നൌഫൽ, മികച്ച വാള മത്സ്യകർഷകൻ J ജഗദീശൻ, പടുതാക്കുളത്തിലെ മികച്ച കർഷകൻ K കൃഷ്ണദാസ്, മികച്ച ടീം ലീഡർ കർഷകമിത്ര S അനൂപ്, മുറ്റത്തെ മീൻതോട്ടം കർഷകൻ അബൂബക്കർ
അബൂബക്കർ സിദ്ദിഖ് എന്നിവരെയാണ് ആദരിച്ചത്. KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. മുറ്റത്തെ മീൻതോട്ടം പദ്ധതിയിൽ മത്സ്യക്കുഞ്ഞ് വിതരണം നാടൻപാട്ട് കലാകാരൻ കൊല്ലങ്കോട് ചാമി കർഷകനായ VK നീലകണ്ഠന് നൽകി ഉദ്ഘാടനം ചെയ്തു. തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR ഭാർഗവൻ അധ്യക്ഷനായി. K സ്വർണ്ണമണി, V വേണുഗോപാലൻ, MK ശ്രീകുമാർ, സജിനി ഹരിദാസ്, A സജീഷ, ഓമന സുരേഷ്, M ഹരിദാസ്, KA അജീഷ് എന്നിവർ സംസാരിച്ചു. ഇനി ആരോഗ്യം. ഉദരസംബന്ധമായ അസുഖമുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസാണ് നോറ വൈറസുകൾ. ആമാശയത്തിന്റെയും കുടലിന്റെയും ആവരണത്തിന്റെ വീക്കത്തിലും കടുത്ത ഛർദി, വയറിളക്കം എന്നിവയ്ക്കും ഈ വൈറസ് കാരണമാകുന്നു. ആരോഗ്യമുള്ളവയിൽ നോറോ വൈറസ് കാര്യമായി ബാധിക്കില്ലെന്നും ചെറിയ കുട്ടികൾ, പ്രായമായവർ, മറ്റ് അനുബന്ധ രോഗമുള്ളവർ എന്നിവരെ ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. നോറോ വൈറസ് ഒരു ജന്തുജന്യ രോഗമാണ്. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പകരുന്നത്. രോഗബാധയുള്ള വ്യക്തികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പടരും. രോഗബാധിതനായ ആളിന്റെ വിസർജം വഴിയും ഛർദി വഴിയും വൈറസ് പടരും. വളരെ പെട്ടെന്ന് രോഗം പടരുന്നതിനാൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നോറ വൈറസ് ബാധ. വയറിളക്കം, വയറുവേദന, ഛർദി, മനം മറിച്ചിൽ, പനി, തലവേദന, ശരീരവേദന തുടങ്ങിയവയാണ് നോറോ വൈറസ് രോഗലക്ഷണങ്ങൾ. ഛർദി, വയറിളക്കം എന്നിവ മൂർച്ഛിച്ചാൽ നിർജ്ജലീകരണം സംഭവിക്കുകയും ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിനാലാണ് ഈ വൈറസിനെ ഭയക്കേണ്ട കാരണം. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും ഏറെ പ്രധാനമാണ്. ആഹാരത്തിന് മുമ്പും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. മൃഗങ്ങളുമായി ഇടപഴകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടിവെള്ള സ്രോതസ്സുകൾ, കിണർ, വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ടാങ്കുകൾ തുടങ്ങിയവ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യുക. ഗാർഹിക ആവശ്യങ്ങൾക്ക് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രം ഉപയോഗിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് നഗരത്തിൽ കവർച്ച നടത്തിയ 6 അംഗ സംഘം പിടിയിൽ. RTOയുടെ യാത്രാ നിരക്ക് കാർഡ് ലഭിക്കുന്നതുവരെ വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്നും ഇറക്കിവിടരുതെന്ന് ജില്ലാ കലക്ടർ. ലഹരിക്കെതിരെ തുള്ളൽ കഥയുമായി എക്സൈസ് ഉദ്യോഗസ്ഥൻ. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ DYFI മാർച്ച്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.